ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രിയ സുബലക്ഷ്മി. ഭാവി തലമുറയ്ക്ക് പൈതൃകം പകരുന്ന നവഭാരതം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് നടത്തിവരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ മെഹ്സാനയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. റോഡുകളും റെയിൽ പാതകളും നിർമ്മിക്കുന്നതിലൂടെ വികസിത ഇന്ത്യയിലേക്കുള്ള മാർഗമാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ വരെ ജീവിതം മാറ്റുമെന്ന ഗ്യാരണ്ടിയാണ് മോദി സർക്കാർ നൽകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27-ന് തിരുവനന്തപുരം സന്ദർശിക്കും. VSSC വേളി ക്യാമ്പ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ISRO ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യും. തുടർന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ BJP കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അർഹതയുള്ള എല്ലാവർക്കും പട്ടയം നൽകുന്നതിന് സംസ്ഥാന സർക്കാർ അതീവ പ്രാധാന്യം നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 4ാമത് പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുമെന്ന ശ്രമകരമായ ദൌത്യം നാടിന്റെ ഒരു സാമൂഹിക ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിന്റെ തുടർച്ചയായി വയോജനങ്ങളുമായും പെൻഷൻകാരുടെ പ്രതിനിധികളുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖം ഈ മാസം 27-ന് തിരുവനന്തപുരത്ത് നടക്കും. വയോജന സൌഹൃദ കേരളം എന്ന ആശയം മുൻനിർത്തി നടക്കുന്ന പരിപാടിയിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വയോജനങ്ങളും സർക്കാർ സർവീസിലെ ഉന്നത സ്ഥാനത്ത് നിന്ന് വിരമിച്ചവരും പങ്കെടുക്കും. വന്യജീവി പ്രശ്നം പരിഹരിക്കുന്നതിനായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കൂടുതൽ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. വയനാട്ടിലെ വന്യജീവി ആക്രമണം നേരിട്ട് വിലയിരുത്താനെത്തിയ കേന്ദ്രമന്ത്രി ഉദ്യോഗസ്ഥരുമായും ജനപ്രതിനിധികളുമായും കൽപ്പറ്റയിൽ ചർച്ച നടത്തി. മുന്നറിയിപ്പ് സംവിധാനം, ട്രാക്കിംഗ് ഉപകരണങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തിന് കേന്ദ്ര പിന്തുണ മന്ത്രി ഉറപ്പു നൽകി. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന G20 വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 19.82 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു. ജനുവരിയിലെ പാചക ചെലവിനത്തിലാണ് തുക നൽകിയതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പൊതുപരീക്ഷകളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് വി ഹെൽപ്പ് എന്ന പേരിൽ ടോൾ ഫ്രീ ടെലിഫോൺ സഹായ കേന്ദ്രം ആരംഭിച്ചു. 1800-425-2844 എന്ന നമ്പറിൽ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ സേവനം ലഭ്യമാകും. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 25-ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടിയുടെ 110-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്ന വിഭാഗത്തിന് ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കേണ്ടത് കാൽപാദം കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സെലക്ഷൻ സംവിധാനമുള്ളതും 95 cc മുകളിൽ എഞ്ചിൻ ശേഷിയുള്ളതുമായ മോട്ടോർ സൈക്കിൾ ആയിരിക്കണം. നിലവിൽ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർത്തിട്ടുള്ള 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ മെയ് 1-ന് മുൻപായി ഒഴിവാക്കണം. ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനങ്ങളിലും ഇലക്ട്രിക് വാഹനങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റിന് വിധേയരാകുന്ന അപേക്ഷകർക്ക് ഇനി സാധാരണ മാനുവൽ ഗിയറുള്ള വാഹനം ഓടിക്കാൻ കഴിയില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ ഹോംഗാർഡ്, ട്രാഫിക് വാർഡന്മാരായ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വനിതാ കമ്മീഷൻ നാളെ രാവിലെ 10 മുതൽ തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ പബ്ലിക് ഹിയറിംഗ് നടത്തും. ഞായറാഴ്ച നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്കായുള്ള മുന്നൊരുക്കങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. പൊങ്കാലയോടനുബന്ധിച്ച് ഡോക്ടർമാരടങ്ങിയ 10 മെഡിക്കൽ സംഘങ്ങളെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിയോഗിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിലെ മിൽമ ഔട്ട്ലെറ്റുകൾ മറ്റന്നാൾ രാത്രി 12 വരെ പ്രവർത്തിക്കും. പൊങ്കാല ആവശ്യത്തിനായി പാലും പാലുൽപ്പന്നങ്ങളും ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ലഭ്യമാക്കുന്നതിനാണ് ഈ സൌകര്യം ഒരുക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് നടന്ന 23 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിൽ 75.1% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ആകെ 24,416 വോട്ടർമാരാണ് വോട്ട് ചെയ്തത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ 2ാം ഘട്ട പര്യടനം തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ തുടരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.